കായംകുളം മുരുക്കുമൂട് മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ചു. ദേശീയ പതാക ഉയർത്തൽ, പായസ വിതരണം, തകർന്നു കിടക്കുന്ന ഗോഡൌൺ ചേങ്കര റോഡ് ശുചീകരണം നടത്തി സഞ്ചാരയോഗ്യമാക്കൽ എന്നിവ സംഘടിപ്പിച്ചു. കായംകുളം മുരുക്കുമൂട് മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ദേശീയ പതാക ഉയർത്തൽ, പായസ വിതരണം എന്നിവ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് പ്രഭാ വിശ്വനാഥൻ, സെക്രട്ടറി സലീം മുരുക്കുമൂട്, യൂസഫ് കുഞ്ഞ് അറാഫത്ത്, ഗോപകുമാരി സോമൻ, അബ്ദുൾ ഹക്ക്, സുരേന്ദ്രൻ, മുഹമ്മദ് ഹുസൈൻ നെടുമ്പള്ളിൽ, മനോജ് നെടുമ്പള്ളിൽ, അഫ്താഖ്, സരസ്വതി കൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കായംകുളം നഗരസഭയിൽ 20-ാം വാർഡിൽപ്പെട്ട ഒരു റോഡാണിത്. ഏകദേശം 300 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമുള്ള ഈ റോഡിൽ ഏകദേശം 20-ലധികം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ഈ റോഡിൽ ഇന്ന് വരെ നഗരസഭയുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ടുപോലും ഒരു ശുചീകരണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വർഷം തോറും മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് 20,000 രൂപ വീതം നഗരസഭ അനുവദിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യത്തിന് പോലും ഈ റോഡിനെ ഇന്ന് വരെ അവർ പരിഗണിച്ചിട്ടില്ല. അപ്പോൾ അവരുടെ പ്രതിഷേധം ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് റിപ്പബ്ലിക് ദിവസവുമായിട്ട് ഞങ്ങൾ ദേശീയ പതാക ഉയർത്തിക്കഴിഞ്ഞ് ഇവിടെ വന്ന് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇത് കണ്ടിട്ടെങ്കിലും അധികൃതർ കണ്ണു തുറക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ കായംകുളം മുനിസിപ്പൽ കൗൺസിലറെയും മുനിസിപ്പൽ ചെയർപേഴ്സണിനെയും MLAയും അതുപോലെ തന്നെ ഇപ്പോൾ നവകേരള സദസ്സിലേക്ക് ഞങ്ങളുടെ 3 വകുപ്പിലേക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. MLAക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ഇതിൻ്റേതായ യാതൊരു നടപടിക്രമങ്ങളും നടന്നിട്ടില്ല. ഇവരാരും വന്ന് അന്വേഷിച്ചിട്ടുമില്ല. ഇനിയും ഉദ്യോഗസ്ഥർ മൗനം പാലിക്കാതെ ഇതിന് വേണ്ട മേൽ നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ റോഡിൻ്റെ വികസനത്തിന് വേണ്ടി മൈത്രി അസോസിയേഷൻ ഏറ്റെടുത്ത് വികസനത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ഇതിൻ്റെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അവരെല്ലാവരും തയ്യാറായി വന്നിരിക്കുകയാണ്. മഴയായാൽ ഇതിൽ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. സൈക്കിളിലോ നടന്നോ പോകാൻ പോലും പറ്റത്തില്ല. തൊട്ടടുത്ത് സ്കൂളുണ്ട്. സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്കും പള്ളിയിലേക്ക് പോകുന്നതിനും മറ്റ് യാത്രക്കാർക്ക് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണ്. ഇത് പരിഗണിച്ച് അധികാരികൾ ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് താഴ്മയായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. തുടർന്ന് വർഷങ്ങളായി തകർന്നു കിടന്ന ഗോഡൌൺ ചേങ്കര റോഡ് ശുചീകരണം നടത്തി സഞ്ചാരയോഗ്യമാക്കുകയും ചെയ്തു. CDNet ന്യൂസ്, കായംകുളം.